അപ്പോൾ ഇനി ചോദിക്കാനുള്ളത് ഈ ടിപ്പർ അതെ ഇതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് പോകുന്നത് ലൈഫ് പോണത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോണു അത്രേ ഉള്ളൂ. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രൈവറായിട്ടാണ് ഓണറായ കിളിയടിച്ച്, അതായത് JCBയിൽ കിളിയായിപ്പോയി. പിന്നെ ഗൾഫിലൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇപ്പം ഞാനെന്നല്ല ഒരുവിധപ്പെട്ട, അതായത് 90% ഈ വണ്ടിയുള്ള, അതായത് ഈ സൈസിലുള്ള വണ്ടിയുള്ള എല്ലാവരും ഈ രീതിയിലായിരിക്കും ഓണറായിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ ഒരുപാട് പേരെ കണ്ടു. വലിയ കുത്തക മുതലാളിയൊന്നും ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നില്ല. ഉറപ്പാണ്. കാര്യം ഇതൊക്കെ ഒരു പെട്ടെന്നൊരു നമ്മൾ ഡ്രൈവർ ഓടി പൈസ ഉണ്ടാക്കി വന്ന് അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടാന്നൊക്കെ കരുതി അങ്ങനെ എടുത്ത് എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എൻ്റെ അതേപോലെ അവസ്ഥയാണ് എല്ലാ ഈ മേഖല, ഈ ആറ്റിങ്ങൽ, കടയ്ക്കാവൂർ, ചിറയൻകീഴ്, ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു വിധപ്പെട്ട എല്ലാ വണ്ടികളും എനിക്കറിയാം. അവരെല്ലാം ഇതേപോലെയാണ് ഈ വണ്ടിയും കൊണ്ട് നടക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫോൺ ഞാൻ കാണിച്ചു തരാം. എൻ്റെ എടുത്ത് നോക്കിയാൽ അറിയാം. 3 ഫിനാൻസ് മുടക്കമാണ് ഈ ഒരു വണ്ടിക്ക്. ഒരു വണ്ടിയല്ല, 3 വണ്ടിയുണ്ട്. 3 ഫിനാൻസ് മുടക്കമാണ്. അതായത് കഴിഞ്ഞ മാസം പെൻഡിങ് മുടക്കമാണ്. കാര്യം കഴിഞ്ഞ മാസം മഴ കാര്യങ്ങൾ ഇതെല്ലാം ഇപ്പം അത് എല്ലാം കൂടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റും കൂടെ കയറി വന്നു. അതിൽ നമുക്കും എല്ലാ ടിപ്പറുകാർക്കും അത് ബാധിച്ചു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് സൈഡിനുള്ള എന്താ പറയുന്നത്? ഗവൺമെൻറ് സൈഡ് ഇപ്പോൾ സ്കൂൾ ടൈം പറയുന്നുണ്ട്. സ്കൂൾ ടൈമിൻ്റെ ടൈം അറിയാമല്ലോ. ഇപ്പൊ 8 മണി 10 മണിയാണ് ഇട്ടിരുന്നത്. ഇപ്പൊ അത് വീണ്ടും കൂട്ടാൻ പോണെന്ന് പറയുന്നു. അതായത് 11 മണിയാക്കാൻ പോകുന്നു. അതെ 7 to 10.